കേരളത്തിന്റെ സ്വപ്ന കവാടമായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമർപ്പണ ചടങ്ങ് മെയ് 2-നാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മറ്റുമൊക്കെ ബോംബ് പൊട്ടിക്കുമെന്നുള്ള സന്ദേശമൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വസതിയിലും ഗതാഗത കമ്മീഷണർ ഓഫീസിലും ബോംബ് ഭീഷണി വന്നിരിക്കുന്നു. ഒപ്പം ബോംബ് സ്ക്വാഡിന്റെ പരിശോധന നടക്കവേ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും രാജ്ഭവനിലും ഭീഷണി സന്ദേശമുണ്ട്. ധനകാര്യ സെക്രട്ടറിയുടെ ഇമെയിലിലേക്കാണ് ഈ സന്ദേശം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നാണ് സന്ദേശം. ലഹരിക്കെതിരെയുള്ള നടപടിയിൽ നിന്ന് മുഖ്യമന്ത്രി പിന്തിരിയണമെന്ന ഈ ഒരു സന്ദേശത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിലും തലസ്ഥാനത്തെ പ്രമുഖ ഹോട്ടലുകളിലും റെയിൽവേ സ്റ്റേഷനിലും ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്ന് സന്ദേശം എത്തിയിരുന്നു. ആദ്യം ലഭിച്ച സന്ദേശത്തിൽ പോലീസ് അത്ര ഗൗരവമായി കാണിച്ചില്ല. തുടർന്ന് അടിക്കടി വ്യാജ ബോംബ് സന്ദേശം എത്തുന്നത് പോലീസിനെയും ബോംബ് സ്ക്വാഡിനെയും കുഴയ്ക്കുന്നുണ്ട്. ആന്ധ്രയിൽ നിന്നാണ് ഈ ഭീഷണി എത്തിയതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ലഹരി സന്ദേശവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പിന്തിരിയണം, ലഹരിക്കെതിരെയുള്ള നടപടിയിൽ നിന്നും മുഖ്യമന്ത്രി പിന്തിരിയണമെന്നാണ് ഈ സന്ദേശം. ചിലപ്പോൾ ചില ഓലപ്പാമ്പുകൾ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്തുള്ളവർ തന്നെയായിരിക്കും ചുമ്മാ എന്തെങ്കിലും ഒരു ഇത് വേണോ, ഒരു ഹൈപ്പ് വേണമല്ലോ. ഏതായാലും നമ്മൾക്കിപ്പോൾ അറിയാം, പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധമുനയിൽ തന്നെ നിൽക്കുകയാണ്. ജലയുദ്ധം തുടങ്ങിയിരിക്കുന്നു. അതിനിടയിലാണ് പ്രധാനമന്ത്രി മെയ് 2-ന് കേരളത്തിലെത്തുന്നത്. വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ ഒരു വ്യാവസായിക ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കത്തക്ക രീതിയിലുള്ള ഒരു വമ്പൻ വികസന പദ്ധതി തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി. മറ്റുള്ള രാജ്യങ്ങളോടൊപ്പം തന്നെ, ഏഷ്യയിൽ മറ്റുള്ള രാജ്യങ്ങളോടൊപ്പം തന്നെ കിടപിടിക്കുന്ന തരത്തിലാണ് വിഴിഞ്ഞം പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും. അത് വളരെയധികം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു പദ്ധതി തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. ഒപ്പം സംസ്ഥാനത്തിൻ്റെ വലിയൊരു എക്കോണമി സാധ്യത തന്നെയാണ് ഈ ഒരു വിഴിഞ്ഞം പദ്ധതി തുറന്നിട്ട് കൊടുക്കുന്നത്. അപ്പം എത്ര തന്നെയായാലും ഈ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ബോംബ് ഭീഷണി 2 തരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന്, ഈ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പല രീതിയിൽ ആണവായുധം ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് പ്രയോഗിക്കും എന്നൊക്കെ തരത്തിലുള്ള വസ്തുതകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നു. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഈ ഒരു യുദ്ധാവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടുന്ന പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇനി മറ്റു പല രാജ്യങ്ങളുമായി നമ്മൾ ലിങ്ക് ചേരേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൽ ഈ ഒരു ബോംബ് ഭീഷണി ഇനി കേരളത്തെ ഉന്നം വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി വരുന്ന, അപ്പോൾ അതിന് ഉള്ള ഒരു എന്തെങ്കിലും മറ്റുള്ള കാരണങ്ങളാണോ എന്നൊക്കെയുള്ള ഒരു വസ്തുത പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ മെയ് 2-ന് കേരളത്തിൽ എത്തുമോ എന്നുള്ളത് കൂടി ആശങ്കയിലാണ്. എത്തുമെന്നാണ് നിലവിൽ ഉള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ വീണ്ടും ഒരു ആശങ്ക കൂടുന്നുണ്ട്. തുടരെയായിട്ടുള്ള ഈ ഒരു ബോംബ് ഭീഷണി, ഇതിപ്പോൾ ആന്ധ്രയിൽ നിന്നാണ് ഈ ഒരു ഭീഷണി വരുന്നത്. പക്ഷേ ഇതിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്ന വാചകങ്ങൾ മുഖ്യമന്ത്രി ലഹരി വിരുദ്ധ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 2 തരത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. ഒന്ന്, ഇപ്പോൾ പല കലാകാരന്മാരെയും ലഹരിക്ക് അടിമയായിട്ടുള്ളവരെയൊക്കെ പോലീസ് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഏതെങ്കിലും ആരാധകരോ അല്ല ഞാഞ്ഞൂലികൾ, ഈ പറഞ്ഞോണം അല്ല ആൾക്കാർ ചെയ്യുന്ന മെയിൽ സന്ദേശം അയക്കുന്ന പണിയാണോ എന്നുള്ളതും അറിയില്ല. കാരണം ഏത് തരത്തിലും ആവാലോ. ഇപ്പോൾ ഇന്നലെ തന്നെ നമുക്കറിയാം, വേടനെ അറസ്റ്റ് ചെയ്തു. വേടൻ്റെയൊക്കെ ഒരു ഫാൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര യൂത്താണ്, യുവതലമുറകളാണ്. അങ്ങ് ഭ്രാന്തമായിട്ടാണ് വേടനെയൊക്കെ ആരാധിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, വേടൻ്റെ ഒരു പ്രോഗ്രാം തന്നെ എടുക്കുകയാണെങ്കിൽ 10,000-കണക്കിന് ആൾക്കാരാണ് എത്തുന്നത്. കഴിഞ്ഞ ആഴ്ച പോലും മ്യൂസിയത്തിൽ വേടൻ്റെ ഒരു പ്രോഗ്രാമിൽ അവിടെ നിശാഗന്ധിയിൽ ഓടിൻ്റെ മുകളിലൊക്കെ ഇരുന്നാണ് ഒരു പ്രോഗ്രാം കാണുകയൊക്കെ ചെയ്തത്. യുവതലമുറകളെ ആകർഷിക്കാനുള്ള ഒരു വല്ലാത്ത കഴിവാണ് വേടനുള്ളത്, വേടൻ്റെ സംഗീതത്തിനുള്ളത്, ആ ഒരു എഴുത്തിലുള്ളത്. കാരണം ഒരു തീപ്പൊരി എഴുത്ത് തന്നെയാണ്. ഞാൻ പുലയനല്ല പാണനല്ല എന്നൊക്കെ തുടങ്ങുന്ന വളരെ എന്താ പറയുന്നത്, തീ കത്തിക്കുന്ന തരത്തിലുള്ള എഴുത്ത്. അതൊരു മറ്റൊരു സംഗീതം, റാപ്പ് വ്യത്യസ്തമായിട്ടുള്ള സംഗീതത്തിലൂടെ അവതരിപ്പിക്കുകയും
ആദ്യമൊക്കെ വലിയ ആരാധകരൊന്നും ഇല്ലെങ്കിലും പെട്ടെന്നാണ് വേടൻ വളർന്നത്. കേരളത്തിൽ മൊത്തമായിട്ടുള്ള യൂത്തിനെ കയ്യിലെടുക്കാനുള്ള കരവിരുത് തന്നെ വേടനുണ്ട്. അപ്പോൾ വേടനാണ് ഇന്നലെ കഞ്ചാവ് കേസിലൊക്കെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിന് ഒരുപാട് ഈ പറഞ്ഞതുപോലെ ആരാധകരുടെ ഇടയിൽ തന്നെ വേടനെ മനഃപൂർവ്വം കുടുക്കിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞ് വേടനെ തളർത്താൻ വേണ്ടിയിട്ടാണ്, ആ ഒരു റാപ്പറിനെ തളർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആരോ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചതാണ് എന്നൊക്കെ തരത്തിൽ രണ്ട് തരത്തിലുള്ള സന്ദേശങ്ങൾ, ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമുക്കറിയാം ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ അങ്ങനെ പ്രശസ്തരായിട്ടുള്ള പലവിധ ആൾക്കാരെയും സിനിമാ മേഖലയിൽ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാം, വേണമെങ്കിൽ ഇവരുടെയൊക്കെ ആരാധകർ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ വമ്പന്മാരെയൊക്കെ ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് ഇതിനൊരു പ്രത്യേക സ്ക്വാഡ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിനിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്ക് ഇനി വമ്പന്മാരെ കൊടുക്കും എന്നൊരു സ്ഥിതിയിലെത്തിയത് കൊണ്ട് ഇനി വരാനിരിക്കുന്നവർ ചെയ്തതാണോ അതോ ഇപ്പോൾ കുടുങ്ങിയവർ ചെയ്തതാണോ എന്താണെന്നുള്ള അറിയില്ല. മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശത്തിൽ അതിൽ നിന്നൊക്കെ അങ്ങനെ നമുക്ക് അനുമാനിക്കാം. പക്ഷേ മറ്റൊരു ഭാഗം പറഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് മെയ് 2-ന് എത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു യുദ്ധ സന്നാഹവുമായി അല്ലെ യുദ്ധത്തിൻ്റെ മറ്റൊരു രീതിയിൽ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അത് വളരെയധികം ആശങ്ക ഉയർത്തുന്നു. ഈ ഒരു ആശങ്ക മൂലം പ്രധാനമന്ത്രി കേരള സന്ദർശനം നടത്തുമോ, അല്ലെങ്കിൽ ഈ ഒരു മെയ് 2-ന് വിഴിഞ്ഞത്തിൻ്റെ ഈ ഒരു സമർപ്പണ ചടങ്ങിൽ വരുമോ എന്നുള്ള രീതിയിൽ നമുക്ക് ആശങ്ക ഉയർത്തുന്നു. എന്ത് തന്നെയായാലും ഈ വിഴിഞ്ഞം പദ്ധതിയെ പറ്റി പറയുകയാണെങ്കിൽ വലിയൊരു സാമ്പത്തിക ഭദ്രത നമ്മുടെ കേരളത്തിന് വരുത്തുന്ന ഒരു പദ്ധതി തന്നെയാണ്. നിരവധി പേർക്ക് തൊഴിൽ സാധ്യത മാത്രമല്ല കുറച്ചുകൂടി കേരളത്തെ മറ്റു രാജ്യങ്ങൾ ഉറ്റുനോക്കത്തക്ക രീതിയിലുള്ള ടൂറിസം മേഖല ഉൾപ്പെടെ ഉറ്റുനോക്കത്തക്ക രീതിയിലാണ് ഈ ഒരു തുറമുഖ പദ്ധതി വരുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ തുറമുഖം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കത്തക്ക രീതിയിലുള്ളതാണ്. ഒരുപക്ഷെ ഇതിനൊക്കെ ഇടത് വലത് കക്ഷികളൊക്കെ ഇതിന് ഇറങ്ങിയിട്ടുണ്ട്. VS അച്യുതാനന്ദൻ്റെ കാലത്തും കെ നായനാരുടെ കാലത്തും ഒക്കെ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്തിരുന്നെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് ഇത് അദാനി ഗ്രൂപ്പിനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയും ഇത് തുടർന്ന് ഇതിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പോകാനൊക്കെ സാധിച്ചത്. അതിനും വലിയ വിമർശനങ്ങൾ മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ ഉമ്മൻചാണ്ടി സർക്കാർ നേരിട്ടു. പക്ഷേ എന്ന് തന്നെയായാലും അദ്ദേഹം ഇപ്പോൾ ഇല്ലെങ്കിൽ തന്നെയും ഈ ഒരു പദ്ധതി ഇപ്പോൾ സ്വപ്ന സാക്ഷാത്കാരമായിരിക്കുകയാണ്. അത്രയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വിഴിഞ്ഞം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് തിരുവനന്തപുരം തലസ്ഥാനത്തിന് കുറച്ചടുത്തായിട്ട് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടി തലസ്ഥാനത്തിന് ഒരു പ്രൗഢി തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത്. ഈ ഒരു തുറമുഖം വരുന്നതോടുകൂടി നിരവധി തൊഴിൽ അവസരങ്ങൾ മാത്രമല്ല നമ്മുടെ ഒരു കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. ഒരു പക്ഷേ വിദേശികളൊക്കെ കൂടുതൽ അടുക്കുവാനും ഇത്തരത്തിൽ ടൂറിസം മേഖലയിൽ ആണെങ്കിൽ തന്നെ വാണിജ്യ മേഖലയിൽ ഒക്കെ വന്നൊരു പുരോഗതി കൈവരാൻ സാധ്യതയുള്ള ഒരു പദ്ധതി തന്നെയാണ്. എന്ത് തന്നെയാലും ഈ ഒരു സന്തോഷ നിമിഷത്തിലും അതേപോലെ തന്നെ മറുഭാഗത്ത് നമ്മൾ വേദനയോടെ ഇരിക്കുന്ന നമ്മുടെ രാജ്യത്തുണ്ടായ 29 പേരുടെ ഒരു മരണം നമ്മളുടെയൊക്കെ വേദനയോടെ ഇരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലുമാണ് വീണ്ടും ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി വരുന്നത്. ഏതായാലും സംസ്ഥാനങ്ങളെല്ലാം തന്നെ നമ്മളെല്ലാം ജാഗരൂകരായിരിക്കണം. ഈ തീവ്രവാദികൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ കാശ്മീർ അതിർത്തിയിൽ മാത്രമല്ല, ചിലപ്പോൾ നമ്മളുടെ ഇടയിൽ തന്നെ കാണും. ഒട്ടും പ്രതീക്ഷിക്കാതായിരിക്കാം വരുന്നത്. കാരണം നമുക്കറിയാം ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള നിരവധി പേര് ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ റാണയെ പിടികൂടിയിരുന്ന റാണ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പോൾ റാണയുടെ ഒരു മൊഴിയിൽ നിന്നൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞത് കൊച്ചിയിൽ റാണ എത്തിയിരുന്നു. നമ്മളാരും അറിഞ്ഞില്ല ഇത്രയും വലിയൊരു തീവ്രവാദി കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം റാണയ്ക്ക് കൂട്ടായിട്ട് പലരും ഉണ്ടായിരുന്നു, പല സംഘടനകളും ഉണ്ടായിരുന്നു. അതൊക്കെ തരത്തിലുള്ള പല കാര്യങ്ങളും പുറത്തു വരുന്ന സന്ദർഭത്തിൽ നമ്മളുടെ ഇടയിൽ നമ്മുടെ കേരളം സുരക്ഷിതമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഇടയിലും ഇത്തരത്തിലുള്ള തീവ്രവാദികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളത് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അതിർത്തി തർക്കമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഏത് തരത്തിലാണ് ഇവരുടെ വരവെന്നോ പോക്കെന്നോ നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിലിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെയും
മാത്രമല്ല പ്രധാനമന്ത്രിയുടെയൊക്കെ സുരക്ഷ വലിയ തോതിൽ ആവശ്യമായിട്ടുള്ള ഒരു ഒന്ന് തന്നെയാണ്. എന്ത് തന്നെയാലും ഇത് ഭീഷണി മാത്രമേ ഉള്ളൂ. ഇനി വെറും ഓലപ്പാമ്പാണോ എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഓലപ്പാമ്പ് കാട്ടിയിട്ട് അവസാനം അത് ശരിക്കുമുള്ള കാര്യത്തിലേക്ക് കടക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും വരും മണിക്കൂറുകളിലൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടും. ഏതായാലും നമ്മുടെ രാജ്യം മാത്രമല്ല നമ്മുടെ സംസ്ഥാനം സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കട്ടെ. നല്ല രീതിയിൽ ഒരു വിഴിഞ്ഞത്തിൻ്റെ ഈ ഒരു സമർപ്പണ ചടങ്ങ് അതിന് നടക്കട്ടെ. കാരണം അത് ഏറ്റവും വലിയ കേരളത്തിലെ ഓരോ മലയാളികളുടെ ഒരു സ്വപ്നം തന്നെയാണ്. അത് സാക്ഷാത്കരിക്കാൻ ഇടവരട്ടെ. മാത്രമല്ല നരേന്ദ്രമോദി നമ്മുടെ സംസ്ഥാനത്ത് എത്തുകയും ഈ ഒരു വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി വരുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇതിനിടയിൽ സാധിക്കുമായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ മറ്റുള്ള പല കാര്യങ്ങൾക്കും കുറച്ചുകൂടി ഒരു മുൻതൂക്കമൊക്കെ നൽകാൻ നമ്മുടെ മുഖ്യമന്ത്രിക്കും സാധിക്കട്ടെ.